രുടെ സ്വഭാവം എന്തെന്നറിയുമോ? അവരോട് നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പടച്ചവനെ അതാ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉഹദ് യുദ്ധം നടക്കുമ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, സ്വഹാബാ ഇന്ന് ഉഹദിന്റെ രണാങ്കണത്തിൽ ആര് ഷഹീദാകുന്നോ അവന് സ്വർഗമുണ്ട് സ്വഹാബാ. നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കേൾക്കുകയാണ്, തുള്ളിച്ചാടുകയാണ്. എന്തിനാടാ ഉമൈറ്, എന്തിനാടാ ഉമൈറ് നീ തുള്ളിച്ചാടുന്നതെന്ന് ചോദിച്ചപ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേട്ടോ, ഇന്നിവിടെ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഷഹീദായ സ്വർഗം കിട്ടുമോ നബിയേ, ഷഹീദായ സ്വർഗം കിട്ടുമോ നബിയേ? ഉമൈറേ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു ഉമൈർ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു ഉമൈർ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ഉമൈർ ഇറങ്ങി പോകുമ്പോ സഹോദരാ കയ്യിലൊരു കാരക്ക ഇരിക്കുകയാണ്, കടിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു കാരക്ക തന്റെ കയ്യിലിരിക്കുകയാണ്. ഉമൈർ താഴെ വെക്കുകയാണ്, ഉമൈർ താഴെ വെക്കുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, ഉമൈർ ആ എടുത്ത കാരക്കയൊന്ന് കടിച്ചിട്ട് പോകടാ, ആ എടുത്ത കാരക്കയൊന്ന് കഴിച്ചിട്ട് പോക്. ഉമൈർ ഇബ്നു ഹുമാം ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഈ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ദുനിയാവിൽ ഇനി ജീവിക്കണ്ട, ഒരു കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ ജീവിക്കണ്ട. അർജു അന്നകൂന മിൻ അഹ്ലിഹാ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്ന് ഷഹീദായ സ്വഹാബിയാണ് മഹാനായ ഉമൈർ ഇബ്നു ഹുമാം റളിയല്ലാഹു തആല അൻഹു. ഇതാണ് ചെറുപ്പക്കാരാ, ഒരു നന്മ കേട്ടാൽ എങ്ങനെയാ പൊന്നുമോനെ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മത്സരിക്കണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മത്സരിക്കുന്നവരാകണം. ഏതുപോലെ എന്ന്